ഹലോ ഫ്രണ്ട്സ്, അലീനയുടെയും മനുവിൻ്റെയും വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കണ്ടത് ബബിത പ്രഗ്നൻ്റ് ആയതുകൊണ്ട് വീട്ടിൽ ബാലചന്ദ്രനും എല്ലാവരും ഭയങ്കര ചർച്ചയാണ്. ബാലചന്ദ്രൻ, മനു, കൃഷ്ണമോള്, നമ്മുടെ ബബിത എല്ലാവരും അലീന എല്ലാവരും ഭയങ്കര ചർച്ചയാണ്. ബാലചന്ദ്രൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് നമ്മുടെ മനു വന്നേക്കുന്നത്. മനു പറയുന്നുണ്ട്, അങ്കിൾ എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എന്താണെങ്കിലും ഇപ്പം അങ്കിൾ പറഞ്ഞ പോലെ അവനെ തന്നെ കൊണ്ട് നമുക്ക് കെട്ടിച്ചേക്കാം, കുഴപ്പമില്ല, നമുക്ക് ബാക്കിയുള്ള കാര്യം ഞാൻ പുറത്ത് അന്വേഷിക്കട്ടെ, ബാക്കിയുള്ള കാര്യം ഇപ്പം അവളെന്തെന്ന് ചോദിക്കും. അപ്പം കൃഷ്ണമോള് പറയാം, അവളകത്തുണ്ട്, അവൾ വാതിൽ തുറക്കുന്നില്ല, മാത്രമല്ല കുറേ നേരം ഫോൺ വിളിക്കുന്നുണ്ട്, ഫോൺ വിളിച്ചിട്ട് കരയുന്നുണ്ടായിരുന്നു, കൂടാതെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് തോന്നുന്നു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അവൾക്ക് എന്തോ അതായത് ടെൻഷൻ കൂടി നിൽക്കുന്നൊരവസ്ഥയാണ് ബബിത കാണിക്കുന്നതെന്നൊക്കെ പറയണം. എന്താണ് ഞാൻ അവളൊന്ന് കാണട്ടെ, അവളെ പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് വിടും. അപ്പം ബബിതയും കൃഷ്ണമോളും അലീനയും കൂടി ചേർന്ന് ബാലചന്ദ്രനെ അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് താഴെ. അപ്പം നേരെ ചെന്നിട്ട് മനു എന്നിട്ട് വാതിൽ തട്ടുമോ, വാതിലിട്ട് ബബിത എന്ന് പറഞ്ഞ് വാതിൽ തട്ടി കഴിയുമ്പോഴത്തേക്ക് കഥ തുറന്ന് അകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കും. കാരണം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പം പറയും, നിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് ഞാനത് ചോദിക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞു. അതിന് വല്ല കുഴപ്പമുണ്ടോ ചോദിച്ചു. ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴും എടി, നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ല, നിൻ്റെ കറക്കവും നിൻ്റെ അവനുമായിട്ടുള്ള ചുറ്റിക്കളിയെല്ലാം വേണ്ടെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞ. ഇപ്പം എന്തൊക്കെ സ്റ്റേജിലാണ് വന്ന് നിൽക്കുന്നത്? നിൻ്റെ വയറ്റിലുണ്ടാക്കിയിട്ടിരിക്കുവാണ് നീ പലയിടത്തും കറങ്ങാൻ പോകുന്നത്, പലയിടത്തും റൂം എടുത്തതൊക്കെ എനിക്കറിയാം. പക്ഷെ നിൻ്റെ ആ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എനിക്കറിയാമെങ്കിൽ നിന്നോട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സപ്പോർട്ടില്ല, നിൻ്റെ ഒന്ന് വാൺ ചെയ്തിട്ട് പോയല്ലേ. ഈ റൂം എടുക്കുന്നതൊക്കെ നമ്മൾ ചില്ലറ കളിയാണ്. നീ ഈ റൂം എടുക്കുന്ന എന്തിനാ? അവിടെ ഒരു പൂജ നടത്താനൊന്നും അല്ലല്ലോ. അപ്പം അത്ര രീതിയിൽ നീയൊക്കെ ചെയ്ത് പ്രവർത്തിക്കും. ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ നീയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം. നിനക്ക് ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് നിൻ്റെ അപ്പനോട് അമ്മയോട്, ഇവരൊക്കെ ജീവനോടുള്ള, ആരും മരിച്ചിട്ടില്ല, ഒന്നുമില്ല, നിൻ്റെ സഹോദരിമാരുണ്ടല്ലോ ഇവിടെ, അതൊന്നും നിൻ്റെ ചേട്ടനുണ്ടല്ലോ, അവരോട് വന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം അതും സെറ്റാക്കണ്ടേ. ഒന്നും അല്ലെങ്കിൽ ഞാനവിടെ ഉണ്ടല്ലോ, എന്നെ ഒന്ന് ഫോൺ വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ഇതൊക്കെ നീയൊക്കെ ചെയ്യാതെ ഇത് മുമ്പോട്ടുള്ള ജീവിതത്തിൽ എടുത്തിക്കൊണ്ടിരിക്കില്ല. നിൻ്റെ അപ്പം പറയുന്നുണ്ട്, താഴുന്നുണ്ട്, ആ മനസ്സ് വേദനിക്കുന്നുണ്ട്, നീറുന്നുണ്ട്. അത് നീ മനസ്സിലാക്കണം കേട്ടോ. നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അടിയായിട്ട് നിനക്കിത് മാറാൻ പോവുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സ് വേദനിച്ച് കഴിഞ്ഞാൽ നിനക്ക് ശാപം കിട്ടത്തുള്ളൂ. നീ ഇപ്പോൾ കാണിച്ചു കൂട്ടിയ വിഷയം കൊണ്ടേ നിൻ്റെ അപ്പം നിന്നോട് സംസാരിച്ചെന്ന് ചോദിച്ചു. ഇല്ല, അച്ഛൻ സംസാരിച്ചില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിച്ചുകൊണ്ടാണ്. എടി, നിനക്ക് എന്നത്തിന് അസുഖമായിരുന്നു ഇതൊക്കെ ചെയ്യാൻ കാര്യം? പറയാം മനുവായിട്ട് എന്നോട് ക്ഷമിക്കും, മനുവായിട്ട് പറ്റിപ്പോയി, എന്നെ രക്ഷിക്കണം മനുവായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്നെ രക്ഷിക്കാനെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് അലീന അറിഞ്ഞിട്ടുണ്ട്, അലീന എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അലീനയൊന്നും പറഞ്ഞില്ല, നീയാണ് അലീനയെക്കുറിച്ച് തെറ്റായിട്ട് കരുതുന്നത്. അലീന അറിഞ്ഞിട്ട് എന്നോടും നിൻ്റെ അച്ഛനോടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അവളത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആ കുറ്റം കൂടെ നീ അവളെ തല ചുമത്തും. കാരണം വല്ലവനെ റൂമിലായിട്ട് അവളാ പറഞ്ഞു വിട്ടെന്നുള്ള രീതിയിലൊക്കെ നീയൊക്കെ പറഞ്ഞുണ്ടാക്കും. അത്ര രീതിയിൽ ദുഷിച്ച മനസ്സാണ് നീയൊക്കെ. ഇത്രയും നാൾ നിന്നിട്ട് അവളെയൊക്കെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. മാത്രമല്ല, നിനക്ക് ഒരു മനസാക്ഷിയോടെ നീ അവളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നിൻ്റെ സപ്പോർട്ടിലൂടെ നിന്നെ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അലീന അവിടെ. നീ ഇപ്പം എന്താ ചെയ്യാൻ പറ്റുന്നത്? അവനെ വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൻ അറിഞ്ഞിട്ടുണ്ടോ കാര്യങ്ങൾ? അവനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് സ്വിച്ച് ഓഫ് വന്ന്. അപ്പോൾ അവനെ മുങ്ങിയെന്ന് ചോദിച്ചു. അതറിയത്തില്ല മനുവായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ കൈ ഒഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഞാനൊന്ന് അന്വേഷിക്കണം. ഞങ്ങൾ നിൻ്റെ അച്ഛനും ഞാനും കുറച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്, അത് നടപ്പിലാക്കാനുള്ള പരിപാടിയാണ്. ഒന്നുമില്ല, നിനക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുള്ളൊരു പെണ്ണല്ലേ, നീ ഇനിയെങ്കിലും ചിന്തിച്ച് പ്രവർത്തിക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇത് ഇത്രയും ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി ഒരു കാര്യം പറയട്ടെ, ഇത്രയും നാൾ നീ ഇത്രയും പ്രായമായിട്ട് നിനക്കൊന്ന് ചിന്തിച്ചിട്ട് അത് ഹരി വന്ന് നിൻ്റെ തൊട്ടപ്പോഴത്തേക്ക്, ഹരി വന്ന് നിന്നെ റേപ്പ് ചെയ്യാൻ, അല്ല നിന്നെ തെറ്റായിട്ട് യൂസ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് അന്ന് നീ അവനെ വേണ്ടാന്ന് വെച്ച് അവനെ നീ അടിച്ചോടിച്ചതല്ലേ. അപ്പം നീ അതുപോലെ നിനക്ക് ഇവനോട് കാണിച്ചു തന്നെ വേണ്ട, ഇപ്പം വേണ്ട, കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നുള്ള രീതി പറഞ്ഞിരുന്നെങ്കിൽ അവിടെ സ്റ്റോപ്പാകാനുള്ള വിഷയമുള്ളായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ട് നീ ഇങ്ങനെ സമ്മതിച്ചു? മനുവേട്ടൻ പറ്റിപ്പോയി, അവൻ്റെ സ്നേഹം കണ്ടിട്ട് അവൻ്റെ കരുതൽ കണ്ടിട്ടും ഒക്കെ എനിക്ക് പറ്റിപ്പോയി മനുവേട്ടാന്ന് പറയുമ്പോഴത്തേക്ക് ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്നാലും കുഴപ്പമില്ല, ഞാൻ നോക്കട്ടെ, ഇനി ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ എടുത്ത തീരുമാനത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനു റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ബബിത പിന്നെയും പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം എന്താ ചെയ്യണം, അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കമന്ന് കിടന്ന് കട്ടിലെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബബിത.
അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ ഒരു അറ്റൻഡർ വന്നിട്ട് പറയും, മാഡം മാഡത്തിനൊരു വിസിറ്റർ ഉണ്ടെന്ന് പറയും. ആരാ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ പറഞ്ഞു വിടാം, നമ്മുടെ ആശുപത്രി കയറ്റി വിടാൻ പറയും. അങ്ങനെ കയറ്റി വിടുമ്പോഴത്തേക്ക് നമ്മുടെ കമലയാണ് ചെന്നത്. കമലയുടെ അടുത്ത് എന്നെ കൊണ്ട് ഒന്ന് വൈദ്യ ചോദിക്കണം, സുഖമായിട്ടിരിക്കുന്നു, നിനക്ക് എങ്ങനെയുണ്ട്, അസുഖമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചുമ്മാ ചോദിക്കുകയാണ്. എന്നെ പറയാൻ ചേച്ചി ഇങ്ങനെ കിടക്കുന്നത്, ഞാനാണ് ബോറടിച്ചിരിക്കുമായിരുന്നു, അത് ഫോണും യൂസ് ചെയ്തിട്ടും ടി വി കണ്ടിട്ടൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് ബോറടിച്ച് പോയി. ഈ അവസ്ഥ തന്നെ എത്ര നാളിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നിനക്കൊരു വിശേഷമായിട്ടാണ് വന്നേക്കുന്നത്, നീ അത് കേട്ട് കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കര ഹാപ്പി ആവുമെന്ന് പറയുന്നത്. എന്താ വിശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കര വിശേഷം, നീ ഇത് ഇത്ര നാളും പ്രതീക്ഷിക്കാതിലും വലിയൊരു അതായത് നീ ഒരു 10 വർഷം അല്ല ഒരു 5 വർഷം കഴിഞ്ഞ് പ്രതീക്ഷിക്കേണ്ട സാധനങ്ങളൊക്കെ ഇപ്പം നിൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. എന്താ ഇടത്തി അങ്ങനെ പറയുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾ കാര്യം തുറന്ന് പറ, അല്ലാതെ എങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, വേറൊന്നുമല്ല, നീ മുത്തശ്ശിയാൻ പോവാന്ന് പറയും. മുത്തശ്ശിയോ, എന്താ ചേട്ടത്തി പറയുന്നത് ഇങ്ങനെ പറയുന്നത്, ഞാനിനി ഇവിടെ കിടക്കുമല്ലേ, ഞാൻ എൻ്റെ മക്കൾ അവിടെ ജീവിക്കുന്നത്, ഇപ്പം കല്യാണം ആരെയൊന്നും ഉറപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത്. അതേ വേറൊന്നല്ല, നിന്നെപ്പോലെ തന്നെ നിൻ്റെ മകൾ പഴച്ചു വെച്ചിട്ടുണ്ട്, അവൾ ബബിത, എൻ്റെ ബബിത പ്രഗ്നൻ്റാന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു. പ്രഗ്നൻ്റെന്നോ, ചേച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്, ചേച്ചി ചുമ്മാ എന്നെ കളിപ്പിക്കാൻ വേണ്ടി വന്ന് പറയരുത്. കളിപ്പിക്കാനൊന്നുമല്ല, ഇത് കാര്യമായിട്ട് അറിയാം, നീയല്ലേ പറഞ്ഞത് നിൻ്റെ ഫാമിലി വലിയ ഫാമിലിയാണ്, ഇപ്പം നിൻ്റെ മകൾക്ക് വന്നേക്കുന്ന പ്രശ്നം കണ്ടോ. ഒന്നാമത്തെ കാര്യം, നിൻ്റെ മകൻ രോഹിത് കാരണം കൊണ്ട് എൻ്റെ മകൻ ഹരിക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി, എന്നിട്ട് നാട്ടുകാരെല്ലാം പറഞ്ഞ് എൻ്റെ മകൻ എന്ന് പറഞ്ഞ് അതിൽ എൻ്റെ മകനെ, എൻ്റെ കുടുംബത്തെയും എന്നെ വരെ എല്ലാവരും കുറ്റപ്പെടുത്തി. അത് എനിക്കറിയാം ആരാന്ന്, നിൻ്റെ മകൻ കാരണം കണ്ടാന്ന് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, ഇപ്പം നിൻ്റെ മകളുണ്ടാക്കിയിട്ടുണ്ട്, അവൾ വയറ്റിലുണ്ടാക്കിയിട്ട് വന്നേക്കുക. ഇപ്പം എൻ്റെ മോളുണ്ടല്ലോ രഞ്ജു, ഈ ഒരു 10-30 ദിവസം അവിടെ വന്ന് നിന്നല്ലേ, ഇപ്പോൾ അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള എനിക്ക് പേടി എനിക്കുണ്ട്. ഇനി നിൻ്റെ ഫാമിലിയായിട്ടൊക്കെ, നിങ്ങളുടെ ഫാമിലിയായിട്ടൊക്കെ സഹകരിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളൊക്കെ എന്തിനു വേണ്ടി ജീവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, നീയൊക്കെ ഞങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ജീവിക്കണം, എന്നിട്ട് കുറ്റം മുഴുവൻ എൻ്റെ ഫാമിലിക്കാണല്ലോ എന്ന് കമല പറയാണ്. കമലടുത്ത് ആവശ്യമില്ലാതെ പറയാത്ത ഞാൻ ഓർത്ത് കമലടുത്ത് ഇവിടെ വന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കും, എൻ്റെ ഈ കിടപ്പ് കണ്ടിട്ട് എൻ്റെ കൂടെ സപ്പോർട്ട് നിൽക്കുമെന്ന് ഓർത്തിട്ട്. മാത്രമല്ല ഇപ്പം ഇങ്ങനൊരു സംഭവം നടന്ന അതുപോലും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാതെ കമലടുത്ത് എന്താ കാണിക്കുന്നത്, കമലടുത്തിൻ്റെ രീതിയിൽ ജീവിക്കുകയാണെന്നോ അല്ല സംസാരിക്കുകയാണെന്ന് ചോദിക്കുക. എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരും ചേർന്ന് എൻ്റെ കുടുംബത്തേനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്കെന്താ നേട്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പം വളരെ രീതിയിൽ വളരെ ഫ്രസ്ട്രേഷനായിട്ട് നമ്മുടെ വൈജി പെട്ടെന്ന് അങ്ങനെ കോൾ ചെയ്യാൻ ഫോൺ എടുക്കും. അപ്പോഴത്തേക്ക് അതിനു മുമ്പ് തന്നെ ഈ നമ്മുടെ ബബിത കോൾ എടുത്തിട്ട് ആരെയും വിളിക്കുമെന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിലേക്ക് വൈജയുടെ കോൾ വരും. വൈജയുടെ കോൾ വന്നിട്ടുമ്പോഴത്തേക്ക് അയ്യോ അമ്മ ഇതെല്ലാം അറിഞ്ഞോ, അമ്മ അറിഞ്ഞ് കഴിഞ്ഞാൽ ആകെ വിഷയമാകുമല്ലോ എന്ന് ഓർത്തിട്ട് ആ കോൾ എടുക്കാതെ മാറ്റി വെച്ചേക്കാണ്. അത് ഞാൻ അടുത്ത വിളിക്കുന്ന കൃഷ്ണമോള് ഫോണിലേക്കാണ് നമ്മുടെ വൈജ വിളിക്കുന്നത്. വൈജ വിളിച്ചിട്ട് കൃഷ്ണമോളെ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലുണ്ടമ്മേ, എന്നെ എടുക്കുക, അവിടെ എന്തെങ്കിലും വിഷയമുണ്ടോ. ഇവിടെ എന്ത് വിഷയം, ഒന്നും വിഷയമില്ലല്ലോ, പിന്നെ എന്നെ അവിടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അത് നമ്മുടെ മനുവേട്ടൻ വന്നിട്ടുണ്ട്, മനുവേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറയും. അന്ന് നീ മനുവിൻ്റെ അടുത്ത് ഫോൺ കൊടുത്തെന്ന് പറയും. അപ്പം മനുവിൻ്റെ അടുത്ത് ഫോൺ കൊടുക്കുമ്പോഴത്തേക്ക് എന്താ നീ എന്താ അവിടെ വന്നേക്കുന്ന കാര്യങ്ങളൊന്നും തുറന്ന് പറഞ്ഞ് എന്താ വിഷയം എന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, അങ്കിളിന് ഒരു വയ്യാഴികയുണ്ട്, അങ്കിളിന് ചെറുതായിട്ടൊരു വയ്യാഴികയുണ്ട്, ചെറുതായിട്ട് കിടക്കും. അപ്പം അലിനിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്, 2 പ്രാവശ്യം അറ്റാക്ക് വന്നതല്ലേ, അപ്പോൾ ഇനിയും അതിൻ്റെ പോലെ ഉണ്ടാകുമെന്നുള്ള പേടിച്ചിട്ട് അലിനെ എന്നെ കോൾ ചെയ്തു, അങ്ങനെ വന്നതാന്ന് പറഞ്ഞു. ഇല്ല മനുവേ, എന്തോ വിഷയമുണ്ട് അവിടെ, അതൊന്ന് എനിക്കൊന്ന് പറഞ്ഞതാന്ന് പറയുമ്പോഴത്തേക്ക് വന്നിട്ട് നീ പറ എന്ന് പറയുമ്പോഴത്തേക്ക് മനു ലൗഡ് സ്പീക്കർ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ പറയാം, അവളോട് പറ, അവൾ പഴച്ചു പറ്റ പോലെ തന്നെ മകളും ആ വഴിയിൽ അല്ല അമ്മ പോയ വഴി തന്നെ മകളും വന്ന് നിന്ന് പറയുകയാണ്. അത് കേട്ട മതി കേൾക്കാത്ത മതി വൈജിക്ക് പെട്ടെന്നൊരു ഷോക്ക് എന്നൊരവസ്ഥ. ഈ കാര്യം എങ്ങനെ ബാലേട്ടൻ അറിഞ്ഞത് എന്നുള്ള രീതി വൈജ അങ്ങനെ ടെൻഷൻ അടിക്കുന്നൊരു സിറ്റുവേഷനാണ് നമ്മൾ. അപ്പോഴും സ്പീക്കറിൽ തന്നെയാണ് നമ്മുടെ ഫോൺ ഇരിക്കുന്നത്. അപ്പം മനുവിനോട് ചോദിക്കുന്നുണ്ട്, എടാ മനു എന്താ പറ്റിയ മോനെ, പറയടാ, എന്താ പറയണമെന്ന് പറഞ്ഞാൽ ഇല്ല ആൻറ്റി കുഴപ്പമൊന്നുമില്ല എന്താ പറയുമ്പോഴത്തേക്ക് ഇല്ലടാ ഞാൻ അറിഞ്ഞു, അവൾക്കൊരു തെറ്റ് പറ്റി, അല്ല അവൾ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം. ഇതൊക്കെ ആരും ആൻറ്റിയോട് പറഞ്ഞു ചോദിച്ചപ്പോഴത്തേക്ക് രാവിലെ നിന്നെ അലീനെ ഫോൺ ചെയ്തപ്പോഴത്തേക്ക് കമലയുടെ ഇത് കേട്ടിട്ട് ഇവിടെ വന്ന് പറഞ്ഞായിരുന്നു പറയാം. ഈ തള്ള ഇതൊക്കെ അയ്യോ ഇതെന്താ ഇവർ കാണിച്ചു കൂട്ടി എന്നുള്ള രീതിയിൽ മനു സ്വയം പറയുകയാണ്. ആൻറ്റി ശരിയാ ആൻറ്റി പറഞ്ഞ് ശരിയാണ്, ഇപ്പം അങ്ങനെ ഒരു സംഭവം നടന്നു പോയിട്ടുണ്ട്, ഇപ്പം ആൻറ്റിയുടെ മോളും അങ്ങനെ
പഠിച്ചു പോയിട്ടുണ്ട് എന്ന് പറയണം. അയ്യോ ഇതിപ്പോൾ എന്താ ചെയ്യാനാ മനുവേ എന്ന് വയ്ക്കുമ്പോഴത്തേക്ക് എന്താ ചെയ്യാൻ ആൻറ്റി, നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വാശിയും വൈരാഗ്യത്തോടെ ജീവിക്കുമല്ലേ, അപ്പനൊരു വഴിക്കും അമ്മ ഒരു വഴിക്ക് എല്ലാവരും രണ്ട് രീതി അടിച്ച് പിരിഞ്ഞ് നിങ്ങളുടെ വാശി ജീവിക്കാൻ വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് കാര്യഗൗരവത്തോടെ മക്കളെ നോക്കാതെ നിങ്ങളുടെ രീതി ജീവിക്കുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഇങ്ങനെ ചെയ്തില്ലല്ലോ കുഴപ്പം. ഒന്നാമത്തെ കാര്യം രോഹിത് ഒരിടത്ത്, രണ്ടാമത്തെ കാര്യം ഭവിത, പിന്നെ നിങ്ങൾ ആൻറ്റിയാണ് ഹോസ്പിറ്റലിൽ, അങ്കിളാണെങ്കിൽ ജോലിക്കും പോകാൻ പറ്റാതെ ഇവിടെ വന്ന് നിൽക്കുന്നത്. ആരും ശ്രദ്ധിക്കാൻ, ഒന്നും ശ്രദ്ധിക്കാൻ, നിങ്ങളുടെ വാശിയും വൈരാഗ്യം എല്ലാം മാറ്റി ഇവിടെ വന്ന് നിൽക്കത്തില്ലായിരുന്നു. നിങ്ങൾക്ക് ഈ കാരണം കൊണ്ട് ആരാ പിള്ളേരെ നോക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആടാ മോനെ ഇതിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്, എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ പറയുവാണേ എന്തെങ്കിലും കാണിക്കാം. പുള്ളി എന്താ പുള്ളി എന്താ പറഞ്ഞത്, ബാലചന്ദ്രൻ എന്താ പറഞ്ഞു നോക്കുമ്പോഴത്തേക്ക് എന്താ പറയാനാ എന്താ പറയാനാ, ഞങ്ങളിത് അതിനെക്കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ഉടനെ ബാലചന്ദ്രൻ പറയുക, അതേ വേണം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് പ്രസവിപ്പിച്ചിട്ട് അത് അവളെ അധികമായി സ്നേഹിക്കുന്ന ഒരു ചെറുക്കൻ്റെ തലയിൽ കെട്ടിയിപ്പിച്ചിട്ട് ആ കൊച്ചിനെ നമ്മൾ ചത്തുപോയെന്ന് പറയാമെന്ന് പറഞ്ഞു. അണ്ണ ഇത് അപ്പം പെട്ടെന്ന് ഷോക്ക് അടിക്കുന്ന പോലെ നമ്മൾ വൈജിക്കാവുകയാണ്. അതായത് എന്താണ്ട് കുത്തിക്കൊള്ളുന്ന പോലെ, അത് കുത്തി പറയുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. തൻ്റെ ഭർത്താവിൻ്റെ വായിൽ തന്നെ ഇത് കേൾക്കേണ്ട ഒരവസ്ഥ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന അതൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും, അതൊക്കെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ മനുവിനോട് വൈദ്യുതി ചോദിക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പാവമല്ലേ എന്നുള്ള ഉടനെ ഉടനെ ബാലചന്ദ്രൻ അവിടെ നിന്ന് പാവം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടല്ലേ. അപ്പം അങ്ങനെയൊക്കെ തോന്നലുള്ള നല്ലതാണ്. എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ വേണമെന്നുള്ള രീതിയിൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എന്നിട്ട് മനു പറയുന്നുണ്ട്, ആൻറ്റി ഞങ്ങളിവിടെ ചർച്ച നടത്തുന്നുണ്ട്, എന്തായാലും അതിൻ്റെ നല്ല ബെറ്ററായിട്ടൊരു ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തോളാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ കാലഘട്ടത്തിലുള്ള പിള്ളേരൊക്കെ ഇങ്ങനെയല്ലേ എന്നുള്ള രീതി പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ആൻറ്റി പെട്ടെന്ന് തന്നെ അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വന്ന് നിൽക്കാൻ നോക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല. എന്നാലും ഇനി വൈദ്യയുടെ തീരുമാനമുണ്ട്. കാരണം ഞാൻ അലീനെ പറഞ്ഞു വിടാനുള്ള ഉദ്ദേശമില്ല. അലീനെ എന്നിട്ട് പറയുന്നുണ്ട്, മനു പറയുന്നുണ്ട്, ആൻറ്റി നോക്കാൻ പോകുന്ന അലീനെ മാത്രം നോക്കുന്നത്, വേറെ ആരും നോക്കുന്നില്ല, മക്കളുടെ രീതിയിൽ ജീവിച്ച് പോവുക എന്നുള്ളത്. പിന്നെ വൈദ്യ ഒന്നും മിണ്ടുന്നില്ല, അത് ആലോചിച്ച് കിടക്കുകയാണ്. അപ്പം അത് കഴിയുമ്പോഴത്തെ മനു പറഞ്ഞിട്ട് അങ്കിളെ ആൻറ്റിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ഇപ്പം എന്നാ ചെയ്യണം, ഇനി എന്നാ ചെയ്യാനടാ, കണ്ട അവളും ഇതുപോലെ തന്നെയല്ല അമ്മ കാണിച്ചതുപോലെ തന്നെ ഒരു കൊച്ചിനെ പ്രസവിച്ച് ആ കൊച്ചിനെ ഇല്ലാതാക്കിയിട്ട് ഇനിയും ജീവിപ്പിക്കാൻ അടുത്ത ഒരുത്തിൻ്റെ തലയിൽ കെട്ടിയിപ്പിക്കാൻ അവളും പറഞ്ഞു വരുന്നത്. അതൊന്നും നടപടിയുള്ള കേസൊന്നുമല്ല. ഇത്രയും നാളും ഞാൻ മണ്ടനെ പോലെ ജീവിച്ചു, ഇനിയിപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഈ ലോകത്തുണ്ടാകരുത്. ആരാണ് അവളെ പഴിപ്പിച്ചത്, ആരാണ് അവളെ ഇല്ലാതാക്കിയത്, ആരാണ് അവളെ കറങ്ങാൻ കൊണ്ടുപോയത്, അവനുമായിട്ട് തന്നെ ജീവിക്കണം. അല്ലാതെ വേറെ ഒരുത്തിൻ്റെ തലയിൽ കെട്ടിയേപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ജീവനോടത്തോളം സമ്മതിക്കത്തില്ല. അവനെ മാക്സിമം കണ്ടുപിടിക്കണം. അവനെ കണ്ടുപിടിച്ചിട്ട് അവൻ എവിടെയാണെങ്കിലും അവൻ്റെ കുടുംബക്കാരോട് സംസാരിച്ച് ഈ കാര്യത്തിൽ തീരുമാനം എത്തിക്കണം. അവളുടെ കല്യാണവും അവളുടെ പഠനവും കാര്യങ്ങളൊന്നും നമ്മൾ മുമ്പോട്ട് നോക്കണ്ട. അവളും അവനുമായിട്ടുള്ള കല്യാണമോ എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണം നടത്തി കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന മുമ്പ് പരിപാടി ചെയ്ത് തീർക്കണം എന്നുള്ള രീതി നമ്മുടെ ബാലചന്ദ്രൻ പറയാണ്. അതിനാൽ ഇതാണ് ഇവിടുന്ന് ഇന്നത്തെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ വരാനിരിക്കുന്ന വിശേഷം കൂടുതലായിട്ട് നിങ്ങളുടെ സംരക്ഷണം ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ പറയുന്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.